ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഓമയ്ക്കയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് മഞ്ഞ കളറിൽ ഉണ്ടാകുന്ന ഓമയ്ക്ക. ഇത് പച്ച കളറാണ് ആദ്യമേ ഉണ്ടാകുന്ന സമയത്ത്, പിന്നെ അത് മഞ്ഞ കളറാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈബ്രിഡ് തൈയാണിത്. വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് നട്ടു വളർത്തിയിരിക്കുന്നത്. സ്ഥലപരിമിതി കൊണ്ട് ഫ്രണ്ടിൽ നട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിറയെ 4 കായുണ്ട്. ഇപ്പം പല ഡിസൈനിലാണ് അതിൽ കായ ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, ചെറിയൊരു ഓമയാണ്, 4 ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഓമയ്ക്ക പഴം ഉണ്ടാകുമ്പോൾ. ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മഞ്ഞ പപ്പായയിൽ ആരോഗ്യത്തിനേറെ ഗുണകരമായ ഒരു പഴമാണ് കേട്ടോ. ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ദഹനം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷിക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയതിനാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇതിൻ്റെ വിറ്റാമിൻ എ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് തടയാനും നല്ലതാണ്. നാരുകൾ, പൊട്ടാസ്യം എന്നിവ അടങ്ങിയതിനാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനും സംരക്ഷിക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും തിളക്കം നൽകാനും പപ്പായ സഹായിക്കും. ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാൻ ഇത് ഫലപ്രദമാണ്. ഗർഭിണികൾ പപ്പായ കഴിക്കുന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കലറി കുറവായതിനാൽ നാരുകൾ കൂടുതലുള്ളതിനാലും അമിതഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ച ഒരു ഭക്ഷണമാണ്. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നല്ലതാണ്. വേനൽക്കാലത്ത് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ കുറച്ച് കരിയിലകൾ നീക്കിയിടുന്നത് നല്ലതാണ്. എന്നിട്ട് ഇടയ്ക്ക് നനച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ആർത്തവ വേദന കുറയ്ക്കാൻ സഹായിക്കും. ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പച്ച പപ്പായ കഴിക്കുന്നത് ആർത്തവ സമയത്ത് വേദന ലഘൂകരിക്കാൻ സഹായിച്ചേക്കാം എന്ന് പറയപ്പെടുന്നുണ്ട്. പപ്പായ കഴിക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷിയും പിന്നെ അതുപോലെ തന്നെ സന്ധിവാതം പോലുള്ള രോഗാവസ്ഥയിൽ നിന്ന് ആശ്വാസം നൽകിയേക്കാം. കുറഞ്ഞ ഊർജവും ഉയർന്ന പോഷകമുള്ള ഉള്ളതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഭക്ഷണമാണ് കേട്ടോ. പച്ച പപ്പായ കഴിച്ചാൽ വിറ്റാമിൻ സി, വിറ്റാമിൻ എ, വിറ്റാമിൻ ഇ എന്നിവയുടെ മികച്ച ഉറവിടമാണ് പച്ചപ്പപ്പായ. പച്ചപ്പപ്പായ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പച്ചപ്പപ്പായ കഴിക്കാം, പഴുപ്പിച്ച് കഴിക്കാം, അതുപോലെ തന്നെ തോരൻ വെക്കാം, കറി വെക്കാം. ഒത്തിരി ഗുണകരമാണ് ഒരു പപ്പായ വീട്ടിലുള്ളത്. ഇടയ്ക്ക് ഒരു തോരൻ വെക്കാനും കറി വെക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം ഇടയ്ക്ക് നിങ്ങൾ ഇതുപോലെ ഒരു തൈയൊക്കെ നട്ട് പിടിപ്പിക്കുക വീടുകളിൽ. വിഷരഹിതമായ പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ നട്ട് വളർത്തി വിഷരഹിതമായിട്ടുള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ തൈകൾ മേടിച്ച് നടുക. അത്യാവശ്യം അത് കറി വെക്കാനും തോരൻ വെക്കാനും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പഴുപ്പിച്ച ശേഷം ചെറിയതായിട്ട് പീസുകളാക്കി എടുത്ത് നമുക്കത് ജ്യൂസാക്കി എടുക്കാനും നല്ലതാണ്. ഒരു മിൽക്ക് ഷേക്ക് ആക്കി എടുത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഫ്രൂട്ടായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നതും നല്ലതാണ്. ഇതുപോലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ദിവസേന നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഓമയ്ക്ക തോരൻ, ഓമയ്ക്ക കറി, ഓമയ്ക്ക പഴം, ഫ്രൂട്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കാതെ നമ്മൾ വീട്ടിൽ തന്നെയുള്ള പേരയ്ക്ക, അതുപോലെ തന്നെ ഓമയ്ക്ക, അങ്ങനെയുള്ള ഫ്രൂട്ടുകൾ നമ്മൾ ധാരാളം കഴിക്കുക. സ്ഥലപരിമിതി ഉള്ളവർ ചെറിയ ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് വളർത്തി കൊടുക്കാവുന്നതാണ്. ചെറിയ ഹൈബ്രിഡിൻ്റെ ചെറിയ തയ്യെ തന്നെ ഉണ്ടാകുന്ന ഓമയ്ക്കയുണ്ട്. അപ്പം അതുപോലുള്ള തൈകൾ മേടിച്ച് ഒരു ചെറിയ ഗ്രോ ബാഗിലോ ചാക്കിലോ വെച്ച് വളർത്തുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ
ഒരു ബക്കറ്റിലാണേലും നമുക്ക് വളർത്താം വീട്ടിൽ ഒരു ഓമ. തൈസാല ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്കാണേലും ചെറിയൊരു ഗ്രോ ബാഗിലൊക്കെ വളർത്തി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉള്ള സ്ഥലമുള്ളിടത്തൊക്കെ ഇതുപോലെ 1-2 തൈകൾ വെച്ച് പിടിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ പപ്പായ കൃഷിക്ക് ചെയ്യുന്ന വളങ്ങൾ എന്ന് പറഞ്ഞാൽ ജൈവ വളങ്ങളാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. തൈ നടുന്ന സമയത്ത് നമ്മൾ കമ്പോസ്റ്റ് ചേർക്കുന്നത് നല്ലതാണ്. തൈ നടുന്ന സമയത്ത് കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ചുവട്ടിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പപ്പായ കൃഷിക്ക് ഏറ്റവും ഗുണകരമായ വളം എന്ന് പറഞ്ഞാൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് നേർപ്പിച്ചെടുത്ത വളം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.